തല വെട്ടിപ്പൊളിക്കുന്ന നൊമ്പരം തോന്നിയപ്പോഴായിരുന്നു റീജോ ഉറക്കം വിട്ടുണർന്നത്. തല മൊത്തത്തിൽ അസഹ്യമായ വേദന തോന്നിയതിനാൽ അസ്വസ്ഥതയോടെ ചെന്നിയിൽ കൈവച്ചവൻ പിടിച്ചുകൊണ്ട് അവൻ പതിയെ എഴുന്നേറ്റ് ബെഡിന്റെ ഹെഡ്രസ്റ്റിൽ ചാരിയിരുന്നു. ഗുഡ് മോർണിംഗ്. ആ ശബ്ദം കേട്ടതും ഒന്ന് നടുങ്ങിപ്പോയ റീജോ തല ഉയർത്തി റൂമാകെയൊന്ന് പരതി. അപ്പോഴായിരുന്നു ബെഡിനടിയിൽ കിടന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ബെഡിന്റെ താഴ്ഭാഗത്തേക്ക് കാലുകൾ പൊക്കി വെച്ചുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന റയാനെ അവൻ കണ്ടത്. അവൻ പുഞ്ചിരിയോടെയാണ് ഇരിക്കുന്നതെങ്കിലും ഇരയെ മുന്നിൽ കണ്ട കഴുകന്റെ ഭാവമായിരുന്നു റീജോയ്ക്ക് അവന്റെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത്. ഇച്ചായ, ഇതെന്നാ ഇവിടെ ഇരിക്കുന്നേ? വിക്കി റീജോ ചോദിച്ചതും റയാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് വന്നു. അതെന്നാടാ, എനിക്ക് നിന്റെ മുറിയിലേക്ക് വന്നൂടെ? വരാം. ആ, അതാണ്. അല്ലടവേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാ വന്നത്. എന്നതാ ഇച്ചായ? തന്റെ കണ്ണുകളെ നേരിടാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടോ എന്തോ ചുറ്റുപാടും പാളി നടക്കുന്ന അവന്റെ കൃഷ്ണമണികളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ടായിരുന്നു റയാൻ സംസാരിച്ചു തുടങ്ങിയത്. ഞാനേതായാലും നിന്റെ കാമുകിയെ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ചോദിക്കുക, നിനക്ക് വേണോ അവളെ? പെട്ടെന്നുള്ള റയാന്റെ ചോദ്യം കേട്ട് റീജോ പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കൊന്നും വേണ്ട. ഞാൻ അവളെ കളഞ്ഞില്ലെങ്കിലും നിങ്ങൾ പരസ്പരം ഉപേക്ഷിക്കില്ല. എന്നാ പിന്നെ നിനക്കവളെ മിന്നുകെട്ടി കൂടെ പൊറപ്പിച്ചൂടെ? ഇച്ചായൻ എന്നതാ ഈ പറയുന്നേ? ഞാൻ അവളെപ്പോലൊരു പെണ്ണിനെയൊന്നും കെട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ബെഡിൽ നിന്ന് ചാടി എണീറ്റത് കൊണ്ട് പറഞ്ഞത് മാത്രമേ റീജോയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും റയാന്റെ വലത് കൈയവന്റെ കരണത്ത് വീണിരുന്നു. ആ അടിയുടെ ആഘാതത്തിൽ റീജോ ബെഡിലേക്ക് തെറിച്ചു വീണുപോയി. പിന്നെ നീ എന്നാ ഉണ്ടാക്കാനാടാ അന്ന് രാത്രിയിൽ എന്റെ ബെഡ്റൂമിൽ വന്നു കയറിയത്? അതവളെ വിളിച്ചിട്ടാ. കണ്ണിൽ നോക്കി നുണ പറയുന്നോ? അപ്പോ നീ അവളെയും കൊണ്ട് എന്റെ ഗസ്റ്റ് ഹൗസിലോട്ട് കെട്ടിയെടുത്തതോടാ? കാലുകൾ ഉയർത്തി അവന്റെ കഴുത്തടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനത് ചോദിച്ചതും റീജോയ കാലിൽ കെട്ടിപ്പിടിച്ചു. ചവിട്ടിന്റെ ആഘാതത്തിൽ കണ്ണുകൾ കൊണ്ട് അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് കണ്ട് റയാൻ കാൽ തെന്നൊന്ന് അയച്ചതും റീജോ ആർത്തിയോടെ ശ്വാസം ആഞ്ഞു വലിച്ചു. അത് ഇച്ചായ, അവളിച്ചായനെ എന്തോ പറഞ്ഞു പറ്റിച്ചതാ. അവൾക്കും കൂടി താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ അവളെ അവിടെ. അവള് ശരിയല്ല ചായ. അവള് വെറും പിഴയാ. തന്റെ കാൽക്കീഴിൽ കിടന്നും അവൻ പറയുന്നത് കേട്ട് നിൽക്കുമ്പോൾ ആ കാലൊന്ന് മുറുക്കി അവനെ എന്നേക്കുമായിട്ടങ്ങ് അവസാനിപ്പിച്ചാലോ എന്നുപോലും തോന്നിപ്പോയിരുന്നു റയാന്. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് തന്റെ ഫോൺ കയ്യിലെടുത്ത് ഒരു ഓഡിയോ പ്ലേ ചെയ്തു. അതിൽ നിന്നും തലേ ദിവസം രാത്രി ബോധമില്ലാതെ അവൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ പുറത്തേക്ക് വരുന്നത് കേട്ടതും റീജോ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായ, ഞാൻ. മിണ്ടരുത് നീ ഇനി. നിന്റെ നാക്കിന്ന് വരുന്ന കള്ളങ്ങളല്ല എനിക്ക് കേൾക്കേണ്ടത്, സത്യം. അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. നല്ല കുട്ടിയായിട്ട് അതിനുള്ള മറുപടി തന്നാൽ അനിയനാണെന്നുള്ള പരിഗണനയിൽ ജീവനെങ്കിലും തിരിച്ചു തരും ഞാൻ. ഇല്ലെങ്കിൽ. അവന്റെ അടിവയറിന് താഴെ ചവിട്ടിക്കൊണ്ട് റയാൻ മുരണ്ടതും റീജോ സഹിക്കാൻ കഴിയാത്ത വേദനയാൽ അവന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് പിടയുകയായിരുന്നു. പറയടാ, അന്ന് ആത്മീയ എങ്ങനെ ഗസ്റ്റ് ഹൗസിൽ വന്നത്? നീ എന്റെ റൂമിൽ വന്ന രാത്രി എന്താ ഉണ്ടായത്? ഇനിയും പറഞ്ഞു പഴകിയ നുണകൾ കൊണ്ടൊന്നും തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായതും കണ്ണുകൾ നിറക്കിയടച്ചു തുറന്നിട്ട് റീജോ പറയാൻ തുടങ്ങി. നീ പറയുന്നു അതോ ഞാൻ വേറെ വഴി നോക്കണോ? ഞാൻ പറയാം ഇച്ചായ. ഒട്ടും മയമില്ലാതെ ചോദിക്കുന്നവന്റെ ഭാവം കണ്ട് പേടി തോന്നിയ റീജോ അവന്റെ നേർക്ക് കൈകൾ കൂപ്പി. എന്നിട്ട് പതിയെ പറഞ്ഞു തുടങ്ങി. കോളേജിൽ വെച്ച് അവളെ ആദ്യം കണ്ടത് മുതൽ എനിക്ക് അവളോട് ഒരിഷ്ടം തോന്നിയിരുന്നു. പക്ഷേ ഞാനത് അവളോട് പറഞ്ഞപ്പോൾ അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, എന്നെ കാണുമ്പോഴെല്ലാം ഒരുതരം വെറുപ്പോടെയാണ് നോക്കിയത്. പലപ്പോഴും അവളുടെ അവഗണനയും വെറുപ്പും പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിയിരുന്നു. അങ്ങനെയാ ഒരു ദിവസം ഞാൻ അവളെ അനുഭവിക്കുമെന്ന് അവന്മാരോട് ബെറ്റ് വെച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്ലാനിങ്ങോടെ കാത്തിരുന്നത് ആ ദിവസത്തിന് വേണ്ടിയായിരുന്നു. റയാനെ പാളി നോക്കിയപ്പോൾ അവൻ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അത്രയും രൗദ്രഭാവത്തിൽ നിൽക്കുന്നത് കണ്ട് ഭയം തോന്നിയെങ്കിലും റീജോ തുടർന്നു. അങ്ങനെ ഒരവസരം കാത്ത് അവൾക്ക് ചുറ്റും ഞാൻ ഒരുപാട് നടന്നു. അങ്ങനെയാണ് ഇലക്ഷൻ നടന്ന ദിവസം അത് വീണ് കിട്ടിയത്. ഇലക്ഷൻ പരിപാടിക്കെന്തോ പോയിട്ട് വരുന്നവർക്ക് സ്ക്വാഷ് കൊടുത്തപ്പോൾ അവളുടെ ഒരു സുഹൃത്ത് വഴി അവൾക്ക് കൊടുത്ത സ്ക്വാഷിൽ സ്ലീപ്പിംഗ് പിൽസ് ചേർത്തിരുന്നു. അത് കുടിച്ച ആത്മീയ ഡെസ്കിലേക്ക് കിടന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഇലക്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോയിട്ടും അവൾ തളർന്നവിടെ തന്നെ കിടന്നതേയുള്ളൂ. അവളുടെ ഫ്രണ്ട്സ് ഒരുപാട് വിളിച്ചെങ്കിലും കണ്ണു തുറക്കാൻ കഴിയാത്ത ക്ഷീണം കൊണ്ട് കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്ന അവൾ ഉറങ്ങിപ്പോകാൻ അധികം വൈകിയില്ല. അവളുടെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം ഇലക്ഷൻ നടക്കുന്നിടത്തേക്ക് പോയ നേരത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി അവളെ എടുത്ത് എൻ്റെ കാറിൽ കയറ്റി. അവിടുന്ന് നേരെ വന്നത് ഇച്ചായൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. അന്നെന്തോ കാര്യത്തിന് ഇച്ചായൻ മുംബൈക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു കൊണ്ടായിരുന്നു മറ്റൊരിടം നോക്കാതെ ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് തന്നെ വന്നത്.
അതുകൊണ്ടെന്തായാലും ചുളുവിൽ എനിക്കൊരു ഭാര്യയെ കിട്ടിയല്ലോ, റയാൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ടെങ്കിലും റീജോ മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. എന്നിട്ട് നിന്റെ ആഗ്രഹം നടന്നോ? അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ ഉള്ളിൽ എന്തോ നീറിപ്പുകയും പോലെ തോന്നിയെങ്കിലും റയാൻ ചോദിച്ചു. ഇല്ല. അവളെ അവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ ക്യാമറ പറയാൻ വന്നത് മുഴുവനാക്കാൻ കഴിയാതെ റീജോ ഇരുന്ന് വിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു ചവിട്ടിനവനെ കൊന്നു കളയാനായിരുന്നു റയാന് തോന്നിയത്. കാരണം ആ നേരത്തവന്റെ ഓർമ്മകളിലേക്ക് വന്നത് റോണയുടെ മുഖമായിരുന്നു. തങ്ങൾക്കൊരു പെങ്ങളുണ്ടെന്ന് പോലും മറന്നുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയോട് തന്റെ അനിയൻ ഇത്രയും മൃഗീയമായി പെരുമാറിയെന്ന് അവന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി. ഇത്രയൊക്കെ ചെയ്ത നീ വെറുതെ കാര്യം സാധിച്ചിട്ട് പോരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞോ. അത്രമേൽ വെറുപ്പോടെ അവന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വീട്ടിലെ വാടകക്കാര് ആളെ വിളിച്ചു കൂട്ടിയിരുന്നു. കാറിൽ നിന്ന് ബോധമില്ലാത്ത ഒരു പെണ്ണിനെ എടുത്തുകൊണ്ട് ഞാൻ വെപ്രാളത്തിൽ അകത്തേക്ക് കയറുന്നത് അയാൾ കണ്ട കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവര് പോലീസിനെയും വിളിച്ചിട്ട് നിന്നപ്പോഴാ മീറ്റിംഗ് ക്യാൻസലായി ഇച്ചായൻ തിരിച്ചു വന്നത്. ഇച്ചായൻ വന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും കാണാഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുപോയ നുണയായിരുന്നു ആത്മിക എന്റെ കാമുകിയാണെന്നും ഞങ്ങൾ ഒരുമിച്ച് ഇവിടേക്ക് വന്നതാണെന്നും. അവനത് പറഞ്ഞതും അതുവരെ ക്ഷമിച്ചു നിന്നിരുന്ന രയാൻ പിടിവിട്ടു പോയതുപോലെ അവനെ കോളറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇരുകവിളിലും ആഞ്ഞടിച്ചു. ഇനി മേലാൽ തന്തയ്ക്ക് മുന്നേ ഉണ്ടായ സ്വഭാവം കാണിച്ചേക്കരുത്. അതിനുള്ളതാ ഇത്. പിന്നെ ഇനി മേലിൽ അവളുടെ നിഴലിൽ പോലും നിന്റെ നോട്ടം പതിഞ്ഞു പോകരുത്. പതിഞ്ഞാൽ അനിയനാണെന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഞാനങ്ങ് മറക്കും. നിന്റെ ഇച്ചായൻ മിന്നുകെട്ടിയ പെണ്ണാ അവള്, നിന്റെ ചേട്ടത്തി. അതിനപ്പുറം മറ്റൊരു രീതിയിൽ നീ അവളെ ഒന്ന് നോക്കുകയെന്നെങ്കിലും ഞാൻ അറിഞ്ഞാൽ പിന്നെ കളരിക്കൽ പോളിന് 3 മക്കളെ കാണൂ. ഒരുത്തൻ ആയുസിടാതെ ചത്തൊടുങ്ങും. പറഞ്ഞ് മനസ്സിലായോടാ ആനിയ? അവന്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക താളത്തിലുള്ള റയാന്റെ ചോദ്യത്തിന് മറുപടിയായി റീജോ യാന്ത്രികമായി തലയാട്ടിപ്പോയി. മിടുക്കൻ. ഏതായാലും നീ ഇത്രയൊക്കെ വളർന്ന സ്ഥിതിക്ക് നാളെ മുതൽ നീ ഈ തറവാട്ടിൽ വേണ്ട. ഇവിടെ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ പെങ്ങളും ചേട്ടത്തിയും അമ്മയുമൊക്കെ ഉണ്ട് സ്ത്രീകളായിട്ട്. ഇന്ന് ചേട്ടത്തിയുടെ കിടപ്പറയിൽ കയറിച്ചെന്ന് നീ നാളെ സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും വരെ ചൂട് തേടിപ്പോവും. അതുവരെയൊക്കെ കാര്യങ്ങൾ നീളാൻ അനുവദിച്ചാൽ രക്തബന്ധം പോലും മറന്ന് എനിക്ക് നിന്നെ കൊന്നുകളയേണ്ടി വരും. അതുകൊണ്ട് നാളെ തന്നെ പൊക്കോണം. ചെന്നൈയിലെ കോളേജിൽ ഞാൻ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്തേക്കാം. ബാക്കി പഠിത്തമൊക്കെ അവിടെ മതി. അത് പറ്റില്ലെങ്കിൽ വേറെങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോണം. എന്തായാലും നാളെ മുതൽ നീ ഇനി വീട്ടിലുണ്ടാകാൻ പാടില്ല. ഒരവസാന മുന്നറിയിപ്പെന്ന പോലെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ റീജോയ്ക്കിനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയുമായിരുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പോകാതിരിക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു റയാൻ വാതുക്കൽ വരെ ചെന്നിട്ട് തിരികെ വരുന്നത് കണ്ടത്. അത് കണ്ടതും ഇനിയും അവന്റെ കയ്യിൽ നിന്നും കൊള്ളാനുള്ള ത്രാണിയില്ലെന്ന് പറയാതെ പറയും പോലെ റീജോ ഭയത്തോടെ അല്പം പിന്നിലേക്ക് മാറി നിന്നു. ആ, നിന്നോടൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. മുഖവുരയെ പോലെ റയാൻ പറഞ്ഞതും എന്താണെന്ന അർത്ഥത്തിൽ റീജോ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ഇന്നലെ പറഞ്ഞല്ലോ എന്റെ ഭാര്യയെ സൂപ്പിക്കാമെന്നോ സ്വർഗം കാണിക്കാമെന്നോ ഒക്കെ. ഒരാണിൽ നിന്ന് അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ തൽക്കാലം അവൾക്കൊരു ഭർത്താവുണ്ട്. അതുകൊണ്ട് എന്റെ അനിയൻ ഒരുപാടങ്ങ് ബുദ്ധിമുട്ടണ്ട. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെ കൊടുത്തോളാം. കേട്ടോടാ? പുച്ഛത്തോടെ റയാൻ പറഞ്ഞതും റീജോയുടെ ശിരസ് വീണ്ടും കുഞ്ഞുപോയിരുന്നു. റീജോയുടെ മുറിയിൽ നിന്നും തിരികെ എത്തിയിട്ടും റയാന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ആമയെക്കുറിച്ച് ധരിച്ചു വെച്ചതൊക്കെ തെറ്റായിരുന്നുവെന്ന് തെളിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്ന പുകമറയും നീങ്ങിയിരുന്നു. എന്നിട്ടും ഒന്ന് ആശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവന്. അവളോട് ചെയ്തതും പറഞ്ഞതുമായ തെറ്റുകൾ ഓരോന്നും കൂരമ്പുകൾ പോലെ തന്റെ നേർക്ക് തന്നെ ഉന്നം വെച്ച് നിൽക്കുന്നത് അവൻ അറിഞ്ഞു. അതവനെ കൂടുതൽ വീർപ്പ് മുട്ടിച്ചു. തെറ്റുകൾ മുഴുവൻ ചെയ്തത് തന്റെ അനിയനാണ്. അവന്റെ ചതിയിൽ പെട്ടുപോയതല്ലേ അവളും. എന്നിട്ടും അതൊന്നും അറിയാതെ ഞാൻ അവളെ വിധിച്ചു. അവളുടെ മാനവും അഭിമാനവും തുലാസിൽ വെച്ചു. ഒരു പക്ഷേ റീജോയേക്കാൾ കൂടുതൽ അവളോട് തെറ്റ് ചെയ്തവനാണ് താൻ. ഒരു പെണ്ണിനൊരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഒരുപാട് തെറ്റുകൾ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. പക്ഷേ ഇനിയും അതൊന്നും ആവർത്തിക്കപ്പെടാൻ പാടില്ല. തിരുത്തപ്പെടേണ്ടതൊക്കെ തിരുത്തപ്പെടുക തന്നെ വേണം. ആലോചനയോടെ ബെഡിലേക്ക് കിടക്കുമ്പോൾ റയാന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവളെ തന്റെ മിന്നിന്റെ അവകാശിയാക്കിയ ദിവസമായിരുന്നു. മുംബൈയിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു റയാനും PA സ്മൃതിയും. സാർ. ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് തൊട്ടരികിൽ ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി വിളിക്കുമ്പോൾ സ്മൃതിയുടെ സ്വരത്തിൽ ഭയം അലിഞ്ഞിരുന്നു. കാരണം അവന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണെന്ന് തകർന്നടിഞ്ഞിരിക്കുന്നത്. അതാണ് അവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. അത് അവൻ എങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെ പ്രതികരിക്കും ഓർത്തിട്ട് സ്മൃതിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. പക്ഷേ പറയാതിരിക്കാനും കഴിയില്ലല്ലോ. എന്താ സ്മൃതി? പ്രസന്ന ഭാവത്തിൽ അവൻ ചോദിച്ചതും ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവൾ നോട്ടം മറ്റെവിടേക്കോ പാളിച്ചു. എന്താടോ, തനിക്കെന്താ ഒരു ടെൻഷൻ പോലെ? അത് സാർ, മുംബൈയിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ മെയിൽ അയക്കാൻ? നമ്മളങ്ങോട്ട് പോകുകയല്ലേ? റയാൻ തെല്ലമ്പരപ്പോടെ ചോദിച്ചു. അത് സാർ, അവർ
അവർ ഡീൽ ക്യാൻസൽ ചെയ്യുമെന്നാ മെയിൽ അയച്ചേക്കുന്നത്. വാട്ട്? താനിതെന്തൊക്കെയാ സ്മൃതി വിളിച്ചു പറയുന്നത്? പരിസരം പോലും മറന്നുകൊണ്ട് ചെയറിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ടായിരുന്നു റയാന്റെ ചോദ്യം. സാർ, അവർക്ക് നമ്മുടെ പ്രസന്റേഷനിൽ എന്തോ അതൃപ്തി ഉണ്ടെന്നാ മെയിലുള്ളത്. അതുകൊണ്ടാ അതൊക്കെ ഒന്നുകൂടെ വിശദമായി ചെക്ക് ചെയ്തിട്ട് ഡീൽ സൈൻ ചെയ്യാൻ കഴിയൂ എന്നാ പറഞ്ഞേക്കുന്നത്. ഡാമിറ്റ്, ഇതൊന്നും ചെയ്യാതാണോ അവർ ഇത് ഇത്ര വരെ എത്തിച്ചത്? ഇനി ഏതായാലും അവരോട് കൂടുതൽ ചെക്ക് ചെയ്യേണ്ടെന്ന് അറിയിച്ചേക്ക്. ഇനി അവർക്ക് താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ കമ്പനി അവരുമായി ഒരു ഡീലിന് തയ്യാറല്ല. സാർ, എടുത്തുചാടി ഇങ്ങനൊരു തീരുമാനം എടുക്കണോ? 30 കോടിയുടെ പ്രോജക്റ്റ് അല്ലേ? സ്മൃതി അതിനെ അനുനയിപ്പിക്കാനെന്ന പോലെ ചോദിച്ചു. സോ വാട്ട്? നമ്മളെ വിശ്വാസമില്ലാത്തവരുമായി നമുക്കൊരു ഡീൽ വേണ്ട. താൻ ഓഫീസിലേക്ക് പൊയ്ക്കോ. ഇന്ന് തന്നെ നമ്മുടെ തീരുമാനം അവർക്ക് മെയിൽ ചെയ്തേക്കണം. പറഞ്ഞിട്ട് തന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ എയർപോർട്ടിന് പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ സ്മൃതിയിൽ നിന്നൊരു നെടുവീർപ്പുണർന്നു. പക്ഷേ ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും തീരുമാനിച്ചാൽ പിന്നെ അവനെ അതിൽ നിന്ന് മാറ്റാൻ സാക്ഷാൽ ഈശ്വരന് പോലും സാധിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് അവളും പതിയെ പുറത്തേക്ക് നടന്നു. റയാൻ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് തന്റെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. ഈ അവസ്ഥയിൽ ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നത് നല്ലതിനാവുന്നില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു അവൻ അവിടേക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനം തന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒന്നാകെ മാറ്റിമറിക്കാൻ തക്ക ശക്തിയുള്ളതാണെന്ന് അവനിപ്പോൾ അറിഞ്ഞിരുന്നില്ല. റയാൻ കാർ ഗസ്റ്റ് ഹൗസിൽ എത്തുമ്പോൾ അതിന്റെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. പോർച്ചിൽ റീജോയുടെ കാറും കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ സംശയത്തോടെ തന്റെ കാറിന്റെ ഡാഷ്ബോർഡിൽ ആ വീടിന്റെ ചാവിക്കായി തപ്പിയെങ്കിലും അതവിടെ ഉണ്ടായിരുന്നില്ല. അതോടെ തന്റെ പേഴ്സണൽ സ്പേസിലേക്ക് തന്റെ അനുവാദം കൂടാതെ അവൻ എന്തിനു കടന്നു കയറി എന്ന ചിന്ത കൂടി തലച്ചോറിനെ മതിച്ചു തുടങ്ങിയതും അവൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുമ്പോൾ ആ വീട്ടിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് 4 ഭാഗത്ത് നിന്നിരുന്ന ആളുകളെയൊന്നും അവൻ കണ്ടതേയില്ല. വീണ്ടും വീണ്ടും ബെല്ലടിച്ചിട്ടും അല്പസമയം കഴിഞ്ഞിട്ടായിരുന്നു വാതിൽ തുറക്കപ്പെട്ടത്. ഇച്ചായ, ഇച്ചായ മുംബൈക്ക് പോയില്ലേ? വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ മുമ്പിൽ നിൽക്കുന്ന റയാനെ കണ്ട് റീജോ വിറയലോടെ ചോദിച്ചു. എന്താടാ, ഞാൻ പോകാഞ്ഞോണ്ട് നീ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ? ഞാനില്ലാത്തപ്പോൾ ഇവിടെ കയറാൻ നിന്നോടാര് പറഞ്ഞു? എന്തായിരുന്നു ഇവിടെ പരിപാടി? ഒരേ വായിൽ ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവനെ തട്ടിമാറ്റി റയാൻ അകത്തേക്ക് കയറി. അതിച്ചായ, ഞാൻ അവനെന്തെങ്കിലും പറയാനോ തടയാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ റയാൻ ചെന്ന് ബെഡ്റൂമിന്റെ വാതിൽ തുറന്നിരുന്നു. അത് കണ്ടതും തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചെന്ന മട്ടിൽ തലക്കടിച്ചു പോയിരുന്നു റീജോ. ഈ നേരം ബെഡിൽ ചുവരിനരികിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന പെണ്ണിനെ കണ്ട് അന്തിച്ചു നിൽക്കുകയായിരുന്നു റയാൻ. പെട്ടെന്നങ്ങനെ കണ്ടതിന്റെ ഞെട്ടലൊന്നു മാറിയതും മുഴുത്തൊരു തെറിയുടെ അകമ്പടിയോടെ അവന് റീജോയ്ക്ക് നേരെ പാഞ്ഞടിച്ചു. ഇച്ചായ, ഞാൻ അവൻ എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് റയാൻ അവന്റെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു. ഏതാടാ ഇവള്? നിനക്ക് കണ്ട മോളുമാരെയും കൊണ്ട് വന്നു കിടന്ന് കുത്തിമറിയാനല്ല ഞാനിവിടെ ഒരു വീട് പണിഞ്ഞിട്ടേക്കുന്നത്. ഇച്ചായ, അവൾ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ. ഞങ്ങൾ രണ്ടാളും കൂടി. നിർത്തട കോപ്പേ. കഴപ്പ് കയറുമ്പോൾ അത് തീർക്കാൻ എവിടെയെങ്കിലും ചെന്ന് കിടന്ന് മര്യാദയ്ക്ക് അവളെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പൊക്കോണം എന്റെ വീട്ടിൽ നിന്ന്, ഇപ്പോ ഈ നിമിഷം തന്നെ. റയാൻ കരിയോടെ മുരണ്ട നിമിഷം തന്നെയായിരുന്നു പ്രധാന വാതിൽ ആരോ ശക്തമായി മുട്ടിയത്. ഹലോ സാറുമാരെ, വാതിൽ തുറക്കണം. പുറത്തുനിന്ന് ഘനഗംഭീരമായ സ്വരത്തിൽ പറയുന്നത് കേട്ടതും റയാൻ വേഗം ചെന്ന് ജനൽ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. പൂമുഖത്ത് നിൽക്കുന്ന കാക്കിധാരികളെയും അവർക്ക് പിന്നിൽ നിൽക്കുന്ന മീഡിയക്കാരെയും നാട്ടുകാരെയും കണ്ടതും അവൻ ദേഷ്യത്തിൽ റീജോയെ തിരിഞ്ഞു നോക്കി. അവനും അതൊക്കെ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോ സമാധാനമായല്ലോ? നാളത്തെ പത്രത്തിലും വാർത്തയിലുമൊക്കെ പ്രധാന വാർത്ത ഇനി ഇതായിരിക്കും. അനാശാസ്യം നടത്തിയ ചേട്ടനും അനിയനും പോലീസ് കസ്റ്റഡിയിൽ. അതോടെ എല്ലാം തികഞ്ഞു. അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും റീജോ വേഗം വെപ്രാളത്തിൽ മുഖം കുനിച്ചു. ഇച്ചായ, പറ്റിപ്പോയി. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഒരുമിച്ച് കിടക്കാൻ വരെ മിടുക്കുള്ള കാമുകിയും കാമുകനുമല്ലേ? ഇതൊക്കെ ചെന്ന് അവരോട് പറ. റയാൻ അത് പറഞ്ഞതും റീജോയുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടിയിരുന്നു. അവളുടെ സൗന്ദര്യം എത്ര ശ്രമിച്ചിട്ടും തനിക്ക് വഴങ്ങാത്ത ആറ്റിറ്റ്യൂഡും കണ്ടപ്പോൾ ഒരു തവണ അവളെ ഒന്ന് അനുഭവിക്കണമെന്ന് മാത്രമേ കരുതിയുള്ളൂ. പക്ഷേ അവളെപ്പോലൊരു പെണ്ണിനെ ഭാര്യയാക്കി ഒപ്പം കൊണ്ട് നടക്കുന്നതിനെ കുറിച്ചൊന്നും അവന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ചായ, അതൊന്നും പറ്റില്ല. അതെന്താ പറ്റാത്തത്? നീയല്ലേ പറഞ്ഞത് അവള് നിന്റെ കാമുകിയാണെന്ന്? അതൊക്കെ നേരാ. പക്ഷേ കല്യാണം കഴിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നാമത് അവളൊരു ഹിന്ദു പെണ്ണാ. അവളെ റീജോ അത് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ റയാന്റെ കയ്യവന്റെ കരണത്ത് പതിഞ്ഞിരുന്നു. അവളുടെ കൂടെ കിടക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നീ അറിഞ്ഞിരുന്നില്ലേടാ അവള് ഹിന്ദു ആണെന്ന്? ഇച്ചായൻ എന്നൊക്കെ പറഞ്ഞാലും അവളെ ഒന്നും കെട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കോളേജിലേക്ക് പഠിക്കുമ്പോൾ അങ്ങനെ പല റിലേഷനും കാണും. എന്ന് വെച്ചവരെ എല്ലാരും കയറി കെട്ടാനൊന്നും പറ്റുമോ? അവന്റെ പറച്ചിൽ കേട്ടപ്പോൾ റയാൻ അവനോട് വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോയിരുന്നു. അതേസമയം തന്നെ ഡോറിൽ വീണ്ടും മുട്ട് ശക്തമായിരുന്നു. അത് കേട്ടതും റീജോ വേഗം അകത്തേക്ക് കയറിപ്പോയി. അതുകൂടി കണ്ടപ്പോൾ എന്തു ചെയ്യണം
ചെയ്യുമെന്ന മട്ടിൽ റയാൻ ആമി കിടക്കുന്ന മുറിയിലേക്കും പൂമുഖത്തെ വാതിലിലേക്കും മാറി മാറി നോക്കി. പിന്നെ രണ്ടും കൽപ്പിച്ചു ചെന്ന് വാതിൽ തുറന്നു.